ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി എന്നൊക്കെ പറയുന്ന 1001 കറികൾക്ക് സമാനമായിട്ടുള്ള ഒരു കറിയാണ്. ഇത് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട്. നമ്മൾ ഇന്ന് തേങ്ങ അരയ്ക്കാണ്ട് ഇഞ്ചി തൈര് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പം ഒരു 1/4 ടേബിൾ സ്പൂണോളം കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ആ വറ്റൽമുളകും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 7-8 ചുമന്ന ഉള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു 1/4 കപ്പോളം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും ഇതൊക്കെ ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. നമ്മളിട്ട ഇഞ്ചിയുടെയും ആ ഒരു ഉള്ളിയുടെയൊക്കെ കളർ ഒന്ന് ചേഞ്ചായി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഫ്ലെയിം ഓഫാക്കി നമ്മുടെ പാനിൻ്റെ ചൂട് മാറി വരുന്ന സമയത്ത് ഒരു 1.5 കപ്പ് തൈര്, ഇത് നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ. കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടായിരിക്കുന്ന പാനിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കരുത്. പാനിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രം തൈര് ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ തൈരിലേക്ക് ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു തൈര് ഇഞ്ചിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഈ ഒരു ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പം വീണ്ടും നല്ല കിടിലനായിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.